നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ അവിടുത്തെ പരമ്പരാഗതമായ രാഷ്ട്രീയ രീതികൾക്കപ്പുറത്ത് വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളുടെ മേൽ അമേരിക്കയ്ക്ക് ഏറ്റവും നിർണായകമായ സ്വാധീനം ഇപ്പോൾ ഉള്ളതിനാൽ അതിന്റെ പ്രതിഫലനങ്ങൾ ലോകരാഷ്ട്രങ്ങളെ തന്നെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുമ്പോട്ട് വെച്ചിരിക്കുന്ന തീരുമാനങ്ങളോട് യുക്രൈൻ കൈക്കൊണ്ട മനോഭാവങ്ങളും അതിന്റെ അനന്തര നടപടികൾ എന്ന വണ്ണം ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുണ്ടായ അതിരൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ക്രമത്തെ തന്നെ രണ്ട് ചേരികളിലേക്ക് മാറ്റുന്ന ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയെ മഹാനാശത്തിന്റെ ചുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെപ്പിക്കാനും ഹമാസിന്റെ തടവറയിൽ നരകയാതന അനുഭവിച്ചു കഴിഞ്ഞിരുന്ന നിരപരാധികളായ ഇസ്രായേൽ ബന്ദികളെ പുറത്തു കൊണ്ടുവരുവാനും മുൻകൈയെടുത്തതും അത് പ്രാബല്യത്തിൽ വരുത്തിയതും ട്രംപായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഡിപ്ലോമാറ്റിക്കൽ വിക്ടറി ആയിരുന്നു. എന്നാൽ യൂറോപ്പിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുവാൻ അതേ പാറ്റേണിൽ തന്നെ ട്രംപ് മുൻകൈ എടുത്തെടുത്താണ് പുതിയ പ്രതിസന്ധികൾ ഉടലെടുത്തത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന പ്രതിബദ്ധതയോടെ നീങ്ങുന്ന ട്രംപിന്റെ ഏറ്റവും ശക്തമായ ഒരു നടപടിയായിരുന്നു സാമ്പത്തിക ദുർവ്യയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ കൈക്കൊണ്ടത്. അത്തരം വിശകലനങ്ങളിൽ ഹ്യൂജ് എമൗണ്ട് തന്നെ അമേരിക്ക ചെലവാക്കിയത് റഷ്യയെ പ്രതിരോധിക്കാൻ വേണ്ട ഉക്രൈന് നൽകിക്കൊണ്ടായിരുന്നു. അത്തരം സപ്പോർട്ടുകൾ ഇനിയും തുടരുവാൻ കഴിയില്ലെന്നുള്ള മുന്നറിയിപ്പുകൾ ട്രംപ് ആദ്യം തന്നെ ഉക്രൈന് നൽകിയിരുന്നതാണ്. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സിത്തും പറഞ്ഞത് തങ്ങളുടെ GDP-യുടെ 5% പ്രതിരോധത്തിനായി ചെലവാക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈനിക സഹായത്തിന് വേണ്ടി നിലകൊള്ളണ്ട എന്ന് തന്നെയായിരുന്നു. എന്നാൽ അമേരിക്കയുടെ സഹായത്തിന്റെ ഗുണഭോക്താക്കളായി ഇരിക്കുമ്പോഴും അമേരിക്കയെ അസ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പാശ്ചാത്യ ശക്തികൾ അത് അവഗണിച്ചുകൊണ്ട് ഉക്രൈനെ പുഷ് ചെയ്യുകയായിരുന്നു. താൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഉക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടാകുക പോലും ഇല്ലായിരുന്നുവെന്ന് പ്രസ്താവിച്ച ട്രംപ് ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണ്. മുമ്പ് തന്നെ റഷ്യൻ പക്ഷപാതി എന്നറിയപ്പെട്ടിരുന്ന ട്രംപ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ രാഷ്ട്രമായ റഷ്യക്കെതിരെ അമേരിക്കൻ ഡെമോക്രാറ്റുകൾ വെച്ചു പുലർത്തിയിരുന്ന നയങ്ങളെല്ലാം തള്ളി അടുത്ത സഖ്യത പുലർത്തിയത് തന്നെയാണ് യൂറോപ്യൻ ചേരികൾക്ക് നിദ്രാവിഹീനമായി മാറിയിരിക്കുന്നത്. എന്നാൽ ഉക്രൈൻ എന്ന തുലോം ദുർബലരായ രാജ്യത്തെ സമ്മർദ്ദത്തിലാട്ടുന്നതിനപ്പുറത്ത് മറ്റു പല ഡിപ്ലോമാറ്റിക് നീക്കങ്ങളും അമേരിക്കൻ ബുദ്ധിയിലുണ്ടെന്നുള്ളത് തന്നെയാണ് നിർണായകമായ കാര്യം. എന്നാൽ ഉക്രൈൻ എന്ന തുലോം ദുർബലരായ രാജ്യത്തെ സമ്മർദ്ദത്തിലാട്ടുന്നതിനപ്പുറത്ത് മറ്റു പല ഡിപ്ലോമാറ്റിക് നീക്കങ്ങളും അമേരിക്കൻ ബുദ്ധിയിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ് നിർണായകമായ ഒരു കാര്യം. അത് തങ്ങൾക്ക് ബദലായി വരുവാനിടയുള്ള ചൈനയെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ്. അത്തരം നീക്കങ്ങൾ പലതരത്തിലും യൂറോപ്യൻ രാജ്യങ്ങളെ എഫക്ട് ചെയ്തിരിക്കുകയാണ്. യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴില്ലാത്ത ഭൂതകാല പ്രൗഢിയുടെ കിന്നരിയും തലപ്പാവും കാട്ടി ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നവരാണ്. അതിപ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന പേരെടുത്ത ബ്രിട്ടൻ മുതൽ ഫ്രാൻസും ജർമ്മനിയുമൊക്കെ അപ്രകാരം തന്നെയാണ്. അമേരിക്ക അകന്നു പോയാൽ
അധിക ദൂരം അവർക്കാർക്കും തനിയെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ഒക്കെ സാമ്പത്തിക ശേഷിയെ ദൂർത്തടിച്ചുകൊണ്ട് അന്തമില്ലാത്ത തുടരുന്ന യുദ്ധം ഒരു ഡിപ്ലോമാറ്റിക് സ്ട്രൈക്കിലൂടെ അവസാനിപ്പിക്കുവാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉൾക്കൊള്ളാനാകാതെ വരികയും സമവായ നീക്കങ്ങൾക്കായി അവർ കളത്തിലിറക്കിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെയും UK പ്രസിഡന്റ് കിയർ സ്റ്റാർമറിന്റെയും നീക്കങ്ങൾ ഏൽക്കാതെ വരികയും അറ്റകൈ പ്രയോഗമെന്ന നിലയിൽ അവർ ഉന്തിത്തള്ളി ചർച്ചയ്ക്കായി US ഇറക്കിയ സെലൻസ്കിയുടെ നീക്കങ്ങൾ പരാജയപ്പെട്ട് അതൊരു അന്തർദേശീയ വെറുപ്പിക്കലായി നിവേദിക്കുകയും ചെയ്തതോടെയാണ് ലോക രാഷ്ട്രീയ ക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന അപ്രതീക്ഷിതമായ പല നാടകീയ നീക്കങ്ങളും അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ അരങ്ങേറിയത്. അമേരിക്കയും യൂറോപ്പിലെ ഇതര രാജ്യങ്ങളും തമ്മിൽ വലിയ ഒരു പിളർപ്പ് രൂപപ്പെടുകയും പരസ്പരം കൊമ്പുകോർക്കാൻ അവർ വെമ്പൽ കൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന ഇത്തരം സാഹചര്യം രൂപപ്പെട്ടതിനാൽ ആ സാഹചര്യത്തെ നോക്കി ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ ഒരുപോലെ പറയുന്നത് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് 3ാം ലോക മഹായുദ്ധത്തിലേക്കെന്നാണ്. സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ ട്രംപിന്റെ നിലപാട് ഉക്രൈനോട് മാത്രമല്ല എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുള്ള താക്കീതായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെ സൈനിക ബലവും പണവും കൊണ്ട് യുദ്ധം ചെയ്യാനിറങ്ങിയ യുക്രൈൻ അമേരിക്ക പറയുന്നത് അനുസരിക്കുക എന്നത് തന്നെയാണ് അമേരിക്കയുടെ നയവും. അതുകൊണ്ട് തന്നെ സൗദിയിൽ വെച്ച് നടന്ന വെടിനിർത്തൽ ചർച്ചയുടെ പരിസരത്ത് പോലും ഉക്രൈനെ അമേരിക്ക അടുപ്പിച്ചില്ല. അക്കാരണത്താൽ സൗദിയിൽ ഉരുത്തിരിഞ്ഞ ധാരണകൾ അംഗീകരിക്കാൻ ഉക്രൈൻ തയ്യാറായതുമില്ല. എങ്കിലും സ്റ്റാർമറുടെയും മക്രോണിന്റെയും വാക്കുകൾ കേട്ട് ചർച്ചകൾക്കായി വൈറ്റ് ഹൗസിൽ എത്തിയതായിരുന്നു സെലൻസ്കി. എന്നാൽ ഇവിടെ സംഭവിച്ചത് തികച്ചും അപ്രതീക്ഷിതവും അശുഭകരവുമായ കാര്യങ്ങളായിരുന്നു. ഒരു ഒഫീഷ്യൽ ഡിസ്കഷന്റെ ഡ്രസ് കോഡ് കീപ്പ് ചെയ്യാതിരുന്നതും ഇക്കണ്ട കാലം മുഴുവൻ തങ്ങളെ താങ്ങി നിർത്തിയ അമേരിക്കയുടെ കടപ്പാടിന്റെ ഒരു ശരീരഭാഷ കാണിക്കാതിരുന്നതും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കൃത രാജ്യമായ അമേരിക്കയിലെത്തി ചർച്ചയ്ക്കിരുന്ന യുക്രൈൻ എന്ന രാജ്യത്തിന്റെ പരമോന്നത നേതാവിന് ബാഡ് റിമാർക്കായി മാറി. പിന്നീട് അങ്ങോട്ട് ചർച്ച ചെയ്ത ഒരു കാര്യത്തിലും തീരുമാനത്തിലെത്താൻ കഴിയാതെ വരികയും അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത്. ലെഫ്റ്റ് ലിബറൽ നയങ്ങളിൽ കുരുങ്ങി രാജ്യം ഭരിച്ചുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികളുടെ ഇടത്താവളമാക്കി യൂറോപ്പിനെ മാറ്റിയ പിടിപ്പുകേടിന്റെ പ്രതീകങ്ങളായ യൂറോപ്യൻ രാഷ്ട്രത്തലവന്മാരുടെ ഇംഗിതമനുസരിച്ച് ചർച്ചയ്ക്കിറങ്ങിയ സെലൻസ്കിയുടെ ശരീരഭാഷ അമേരിക്കയ്ക്ക് അസുഖകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓവൽ ഓഫീസിൽ തടിച്ചുകൂടിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് സെലൻസ്കിയുമായി ട്രംപ് നടത്തിയ ചർച്ച ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ കടുത്ത വാക്പോരിലേക്ക് വഴിമാറുകയും സെലൻസ്കി വൈറ്റ് ഹൗസ് വിട്ട് പുറത്തു പോകുകയും ചെയ്തു. റഷ്യ തങ്ങളെ ഇനി ഒരിക്കലും ആക്രമിക്കില്ല എന്ന സുരക്ഷാ വ്യവസ്ഥ വേണമെന്ന് പറയാൻ ഉക്രൈന് അവകാശമില്ലെന്നും 3ാം ലോക മഹായുദ്ധമാണ് സെലൻസ്കി താല്പര്യപ്പെടുന്നതെന്നും വെട്ടിത്തുറന്ന് പറഞ്ഞ ട്രംപ് അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഉക്രൈന് ഇത്രയും നാൾ ഫണ്ട് നൽകിയ ജോ ബൈഡനെ വിഡ്ഢിയായ പ്രസിഡന്റ് എന്ന് പറഞ്ഞതോടെ ചർച്ച ഫോർട്ട് സ്റ്റോപ്പിലേക്ക് എത്തുകയായിരുന്നു. അതോടെ ഇരുവരും പ്രഖ്യാപിച്ചിരുന്ന സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കേണ്ട സാഹചര്യം വന്നത്. ലോകം മുഴുവൻ കണ്ട ഇത്തരമൊരു അശുഭകരമായ ചർച്ച ലോകത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു. Not in a good position. You don't have the cards right now. With us, you start having cards. Right now, you don't. You're playing cards. You're playing cards. You're gambling with the lives of millions of people. You're gambling with World War III. You're gambling with World War III. And what you're doing is very disrespectful to the country, this country. അമേരിക്ക ഇപ്പോൾ അവലംബിച്ചിരിക്കുന്ന സമഗ്രമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന നടപടി മുന്നോട്ട് കൊണ്ടുപോയാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ തന്നെയായിരിക്കും അത് യൂറോപ്പിൽ ഉണ്ടാക്കുക. യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ തന്നെ റഷ്യ എന്ന ബൃഹത് രാഷ്ട്രവുമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തമാക്കിക്കൊണ്ട് ചൈനയെ കൃത്യമായി പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് ട്രംപിന്റെ ആത്യന്തിക ലക്ഷ്യം. അമേരിക്കയുടെ അത്തരം നീക്കങ്ങൾക്ക് മുമ്പിൽ യൂറോപ്യൻ വെള്ളനായായ ഉക്രൈന് വിശേഷിച്ച് ഒരു റോളുമില്ല. എന്നിട്ടും അമേരിക്കയിലുണ്ടായ കാതലായ മാറ്റങ്ങളെക്കുറിച്ച് യാതൊരു അവബോധവുമില്ലാതെ ചർച്ചയ്ക്കിരുന്ന സെലൻസ്കി റഷ്യയെ ബ്രാൻഡ് ചെയ്ത് അമേരിക്കയ്ക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന തരം വിവരക്കേട് കാട്ടിയതോടെയാണ്
അയാളുടെ അടുത്ത് അതുവരെ മൗനം അവലംബിച്ചിരുന്ന ട്രംപ് പൊട്ടിത്തെറിച്ച സാഹചര്യമുണ്ടായത്. തങ്ങളുടെ സഹായം വാങ്ങി അനുഭവിച്ചിട്ട് അതിനൊരു നന്ദി വാക്ക് പോലും പറയാതെ അതിനു മുകളിലൊന്നും പറയണ്ട എന്ന ഉഗ്രമായ താക്കീതായിരുന്നു ട്രംപ് സെലൻസ്കിക്ക് കൊടുത്തത്. ഏതായാലും അമേരിക്കയെ കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് പോകാനൊരുങ്ങിയ യുക്രൈനോട് അമേരിക്ക കടുത്ത വിയോജിപ്പ് കാട്ടിയത് കൃത്യമായ നിലപാടുകളോടുകൂടിയായിരുന്നു. ഏതായാലും അമേരിക്കയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് റഷ്യയെ അസ്ഥിരപ്പെടുത്താൻ ഇറങ്ങിയ യൂറോപ്യൻ ചാണക്യ തന്ത്രങ്ങൾ നനഞ്ഞ പടക്കം പോലെ ചീറ്റി. അമേരിക്കയെ നമ്പാതെ യുക്രൈൻ എന്നല്ല ഒരു യൂറോപ്യൻ രാജ്യത്തിന് നിലനിൽപ്പില്ല. ആ മുന്നറിയിപ്പ് ട്രംപും വാൻസും അരക്കെട്ടുറപ്പിക്കുകയായിരുന്നു. യൂറോപ്പിലെ ഡീപ് സ്റ്റേറ്റിന്റെ ആയുധം തന്നെയായിരുന്നു സെലൻസ്കി. ഫ്രീമേഴ്സൺ ഇല്ലുമിനാറ്റിക് അജണ്ടകൾക്കനുസരിച്ച് ലോകക്രമത്തെ നിയന്ത്രിക്കത്തക്ക നിലയിൽ രംഗത്തിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന ഡീപ് സ്റ്റേറ്റിന് നേതൃത്വം കൊടുത്തത് ബറാക് ഒബാമയെ പോലെയുള്ള അമേരിക്കയിലെ ഡെമോക്രാറ്റിക് നേതാക്കന്മാരായിരുന്നു. ഭരണത്തിലില്ലാത്തപ്പോഴും ഒബാമ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ശക്തമായി ഇടപെട്ടിരുന്നു എന്നാണ് വിവരങ്ങൾ. ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ അധാർമികതയും അസ്ഥിരതയും അഭയാർത്ഥി പ്രവാഹവും സൃഷ്ടിക്കാൻ അവർക്കാവുന്ന വിധത്തിൽ കരുക്കൾ നീക്കി. ഭരണമാറ്റം കൊണ്ടുവരികയും കലാപങ്ങൾ ഉളവാക്കുകയും ചെയ്തു. അതേ രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയവുമായി ഒരു പുലബന്ധവും ഇല്ലാതിരുന്ന സെലൻസ്കിയെ ഡീപ് സ്റ്റേറ്റ് ഉക്രൈനിൽ നേതാവാക്കി വയ്ക്കുകയും ചെയ്തത്. ഡീപ് സ്റ്റേറ്റിന്റെ ഇംഗിതം അനുസരിച്ച് ചലിക്കാൻ മാത്രം നിയോഗിക്കപ്പെട്ട ഒരു നേതാവ് മാത്രമായിരുന്നു സെലൻസ്കി. അതിൽ കുപിതനായിട്ടാണ് പുടിൻ കടുത്ത നീക്കങ്ങൾക്ക് പോലും കളത്തിലിറങ്ങിയത്. എന്നാൽ ഒബാമയുടെ ആജ്ഞാനവർത്തി മാത്രമായിരുന്ന ബൈഡൻ കളം വിടുകയും ട്രംപ് അധികാരസ്ഥനാകുകയും ചെയ്തതോടെ സെലൻസ്കി ആരാണെന്ന് അവർ കൃത്യമായി തന്നെ വിളിച്ചു പറഞ്ഞു. 2 ദിവസം കൊണ്ട് തീരേണ്ട യുദ്ധം സെലൻസ്കി 3 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടു പോകുന്നത് ഇതേ ഡീപ് സ്റ്റേറ്റിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും അവിശുദ്ധ താല്പര്യത്തിന്റെ പിൻബലത്തിൽ മാത്രമാണ്. 12 ലക്ഷത്തോളം ജനങ്ങൾ ഇരു രാജ്യത്തുമായി മരിച്ചു വീണിട്ടും യുദ്ധം നിർത്താൻ തയ്യാറാകാത്ത സെലൻസ്കി മുമ്പോട്ട് വെച്ച മുട്ടാ തർക്കങ്ങൾക്ക് കടുത്ത ഭാഷയിൽ ട്രംപ് കൊടുത്ത മുന്നറിയിപ്പ് നിഗൂഢ സംഘങ്ങളെ കൂടെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ചർച്ച അടിച്ചു പിരിഞ്ഞതോടെ യൂറോപ്പിലെ വോക്കിസ്റ്റ് നേതാക്കന്മാർ സെലൻസ്കിയെ തലയിലേറ്റാനും ഹീറോ പരിവേഷം നൽകാനും കൂടുതൽ കാശും ആയുധങ്ങളും നൽകാനും മത്സരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഇതിന്റെ എല്ലാം ഗുണഭോക്തായിരുന്നുകൊണ്ട് ഉക്രൈൻ ഇനി റഷ്യ ആക്രമിച്ചാൽ കനത്ത പണി തന്നെ റഷ്യ കൊടുക്കുകയും സ്വാഭാവികമായി അമേരിക്ക റഷ്യക്കൊപ്പം നിൽക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ നാറ്റോ റഷ്യക്കെതിരെ കളത്തിലിറങ്ങുകയും റഷ്യ അണ്വായുധ പ്രയോഗം നടത്താൻ നിർബന്ധിതരാകുകയും ചെയ്യും. പൂർണ്ണമായും ലോകം 3ാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. ആ മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് സെലൻസ്കിക്ക് നൽകിയത്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്വതക്കുറവുള്ള സെലൻസ്കിയെ വരച്ച വരയിൽ നിർത്തുകയും പുടിനെ സഖ്യത്തിലാക്കുകയും ചെയ്തുകൊണ്ട് ട്രംപ് യൂറോപ്പിനെ ചാമ്പലാക്കുവാൻ ഡീപ് സ്റ്റേറ്റുകൾ കത്തിച്ച റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ തീ കെടുത്തുക തന്നെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ലോകത്തിലെ സമാധാനകാംക്ഷികളായ ജനങ്ങൾ.